ഹായ് ഡിയേഴ്സ്, നമുക്കൊരു ഈസി വെജിറ്റബിൾ കറി നോക്കാം. സോ അതിനാവശ്യമായിട്ടുള്ളത് മെയിനായിട്ട് എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. ഒപ്പം ഇഞ്ചി വെളുത്തുള്ളിയുടെ ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചതോ, അതുപോലെ തന്നെ 1-2 പച്ചമുളക് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. കുക്കർ ചൂടായി കഴിയുമ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കടുക് പൊട്ടിക്കാം. ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് ഈസി റെസിപ്പിയാണ്. ഇത് സെപ്പറേറ്റായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. രണ്ടും നന്നായി മൂത്തതിന് ശേഷം അനുസരിച്ചിട്ട് ഓർഡർ ചെയ്തോ അങ്ങനെയൊന്നും വേണ്ട. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ുണ്ടെങ്കിൽ അങ്ങനെ ഉടയ്ക്കാം. കറി കുറുകി വരാൻ ഓൾറെഡി നമ്മൾ തേങ്ങ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ കറി കുറുകി വന്നോളും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ചതച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതും കുറുകി വരും. ഇനിയും അതിലേക്ക് നമ്മളിപ്പം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് ഒഴിക്കുക. ആവശ്യമായിട്ടുള്ള വെള്ളവും ഇപ്പം തന്നെ നിങ്ങൾ ചേർക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ സ്റ്റൗ ഒന്നുകൂടെ ഓൺ ചെയ്തിട്ട് ഇപ്പം അരപ്പും നമ്മുടെ പച്ചക്കറിയും എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് വരണം. എല്ലാം വെന്തതാണ്. ഒരുമിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മല്ലിയില പിച്ചിയിട്ട് കൊടുക്കാം.